കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി പ്രിയപ്പെട്ട ഷാജി എബ്രഹാമും കുടുംബവുമായി അടുത്ത് ഇടപെടുന്നതിനും സ്നേഹിക്കുന്നതിനും കരുതുന്നതിനുമൊക്കെ ഇടയായത് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ശ്രീ ഷാജി എബ്രഹാമിൻ്റെ 5ാമത്തെ പുസ്തകമായ ഏബ്രഹാമിൻ്റെ 5ാം സുവിശേഷം എന്ന ബൃഹത്തും ആശയസമ്പുഷ്ടവുമായ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ എന്നെയും പങ്കുകാരനാക്കിയതിൽ എനിക്കുള്ള അഗാധമായ നന്ദിയും സന്തോഷവും ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. വിശുദ്ധയായ മദർ തെരേസ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: I am a little pencil in the hands of God. He does everything. He does the thinking. He does the writing. ഞാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു പെൻസിൽ മാത്രമാണ്. അവനാണ് ചിന്തിക്കുന്നത്, അവനാണ് എഴുതുന്നത്. ഷാജിയുടെ ഏബ്രഹാമിൻ്റെ 5ാം സുവിശേഷം എന്ന മനോഹരമായ ഈ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയ ചിന്തയും ഇതുതന്നെയാണ്. ഇതിലെ ചിന്തകളും ഇതിലെ എഴുത്തും ദൈവത്തിൻ്റേത് തന്നെയാണ്. ഷാജി എബ്രഹാം ദൈവകരങ്ങളിലെ പെൻസിലും, ദൈവകരങ്ങളിൽ വഴങ്ങിക്കൊടുക്കാത്ത, ദൈവം കരങ്ങളിൽ എടുത്തുപയോഗിക്കാത്ത യാതൊരാൾക്കും ഇത്തരമൊരു ഗ്രന്ഥരചന സാധ്യമേ അല്ല. ഈ അവസരത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക്. അന്തിയിൽ കൂടണയുന്ന പക്ഷിയെപ്പോലെ തിരികെ അകത്തേക്ക് പറക്കാൻ തുറക്കുന്ന ഹൃദയവാതിലാണ് ഈ പുസ്തകം. ഈ പുസ്തകം നമ്മളോട് ചോദിക്കുന്നത് വെറുമൊരു വായനയല്ല, നമ്മുടെ ജീവിതം തന്നെയാണ്. വിശക്കുന്നവന് കൂടുതൽ വിശക്കാനും ദാഹിക്കുന്നവന് കൂടുതൽ ദാഹിക്കാനുമുള്ള ഒരു പുസ്തകം. പ്രിയമുള്ളവരെ, ഇവിടെ എല്ലാവരും ഓർമ്മിച്ചതുപോലെ ഒരു സാധാരണ മനുഷ്യ പ്രയത്നം കൊണ്ട് ഇങ്ങനെയൊരു പുസ്തകം ഒരിക്കലും പൂർണ്ണമാവുകയില്ല. ഷാജിയോട് വളരെ അടുത്ത 3 വർഷങ്ങൾ പ്രവർത്തിക്കാൻ ലഭിച്ച അവസരത്തിൻ്റെ വെളിച്ചത്തിൽ സുപ്രസിദ്ധ വചനപ്രഘോഷകനായ D.L. മൂഡിയുടെ ഒരു വാക്കാണ് ഈ പുസ്തകരചന സംബന്ധിച്ച് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. The world is yet to see what God can do through a man fully consecrated to him. ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം എന്തൊക്കെ ചെയ്യുമെന്ന് ലോകം ഇനിയും കണ്ടിട്ടില്ല. അതെ, ദൈവകരങ്ങളിൽ പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട, ദൈവാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെട്ട ശ്രീ ഷാജി ഏബ്രഹാമിൻ്റെ തൂലികയിൽ നിന്നും ഇനിയും അനേകം പുസ്തകങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാകട്ടെ, ലോകത്തിന് വേണ്ടി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, എല്ലാവിധമായിട്ടുള്ള നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട്, കുടുംബ ജീവിതത്തിൽ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഈ സമയത്ത് അതിൻ്റേതായിട്ടുള്ള നൽവരങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.